നാവും യേശു തന്നെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഉച്ചരിപ്പാനും മുറുകെ പിടിക്കാനും ചൊല്ലാനും ഒക്കെ തന്നിരിക്കുന്നൊരു നാമമാണ്. എന്തിൻ്റെ നാമം? യേശു ക്രിസ്തുവിൻ്റെ നാമം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനെ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യവൃന്ദങ്ങളെയും മക്കളെയും പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് കർത്താവിനെ സേവിക്കേണ്ടത്, കർത്താവിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ആദിയായ കാര്യങ്ങൾ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഭാഗത്തിൽ നിന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതപ്പെട്ട 3 വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായി വായിച്ചത്. നിങ്ങൾക്ക് സ്തോത്രം 2 വചനങ്ങൾ അതിനകത്തുനിന്ന് എടുത്തു പറയാൻ പോകുക. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹിമപ്പെടേണ്ടതിന് ഞാനത് ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ഉറപ്പായി വിശ്വസിക്കണം. നമുക്ക് ദൈവം ആ കാര്യം ചെയ്തു തരും. 2ാമത് എഴുതിയിരിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലുത് നിങ്ങൾ ചെയ്യും. എന്താണ് ഈ വചനത്തോട് കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഭാഗത്തേക്കാണ് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാൻ പോകുന്നത്. 14-ാം അധ്യായം സസൂക്ഷ്മം നമ്മളൊന്ന് പഠിക്കുമ്പോൾ കർത്താവ് തുടങ്ങുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഉടനെ കർത്താവ് പറയുകയാണ്, എന്നിട്ടത് പ്രസംഗിച്ചിട്ട് കർത്താവ് താഴോട്ട് പറയുകയാണ്, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഉടനെ തോമസ് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾക്ക് ആ വഴി അറിയത്തില്ല. ഉടനെ കർത്താവ് പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവിൻ്റെ രാജ്യത്തേക്ക് പ്രവേശനമുണ്ടാകത്തുള്ളൂ. ആ പ്രസംഗം മുമ്പോട്ട് പോയപ്പം ഫിലിപ്പോസ് കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ. ഉടനെ കർത്താവ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊടുക്കുകയാണ്, പിതാവിനെ കാണിച്ചു തരണമെന്ന് കൊടുക്കുമ്പോൾ അവർ പറയുകയാണ്, ഞാൻ ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നിങ്ങൾ അറിയുന്നില്ലയോ ഫിലിപ്പോസേ, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവും പിതാവ് എന്നിലുമാകുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ടത്രേ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് വെളിപ്പെടുത്തുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. അവിടെ പഠിപ്പിക്കുകയാണ്. തോമസ് ചോദിച്ച ചോദ്യത്തിനും ഫിലിപ്പോസ് ചോദിച്ച ചോദ്യത്തിനും പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാനും പിതാവും ഒന്നാണ്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വചനമല്ല, എന്നിൽ പിതാവ് വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. 15-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കാര്യം കൂടെ സ്തോത്രം നമുക്കൊന്ന് ധ്യാനിക്കാം. 15-ാം അധ്യായം 9-ാം വാക്യം, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. കണ്ടോ, യേശു പറയുകയാണ്, ഞാൻ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൽപ്പന പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കണം എന്ന് ഈ 14-ാം അധ്യായത്തിൻ്റെ സ്തോത്രം ശിഷ്യന്മാരുടെ തോമസിൻ്റെയും ഫിലിപ്പോസിൻ്റെയും ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. നിങ്ങൾ ശ്രദ്ധിക്കണം, അല്പ ഗഹനമായി ധ്യാനിക്കേണ്ട ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ
നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുവരുന്നത്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പം 70, 80, 90 വർഷം കൊണ്ട് കഴിയുന്ന ഒരു ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ജീവിതം കൂടിപ്പോയ 100 വയസ്സ് വരെ. സ്തോത്രം. സ്തോത്രം. ആ വയസ്സിനിടയ്ക്ക്, ആ ആയുസ്സിനിടയ്ക്ക് നമുക്ക് ജീവിക്കാനും പ്രാർത്ഥിക്കാനും മുറുകെ പിടിക്കാനും തുറന്നു പറയാനും ഒക്കെ ഒരൊറ്റ നാമം തന്നിരിക്കുക. അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. 1 യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 4:9. എന്ത് മറന്നാലും ആ വാക്യം മറക്കരുത്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്, തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്. ആരാൽ ജീവിക്കേണ്ടതിന്? ദൈവത്താൽ, യേശു ക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആരാൽ ജീവിക്കേണ്ടതിന്? യേശു ക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിന്. ഞാൻ ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് വരിക. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് യേശു ക്രിസ്തു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നാം ആരാൽ ജീവിക്കേണ്ടതിന്? ക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. നമുക്ക് വചന വെളിപ്പാടുകളിലോട്ട് നമുക്ക് കയറാം. പരിശുദ്ധാത്മാവ് ഭയങ്കര കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ചെയ്യാൻ പോകുകയാണ്. നമുക്കൊന്നിച്ചു പറയാം, ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഓരോന്നിനും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ ഉള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവ് പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ മലാഖിയുടെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവൻ്റെ നാമം ഭൂമിയിൽ, ദൈവത്തിന് സ്തോത്രം, ഭയങ്കരമായിരിക്കുന്ന മലാഖി പ്രവചിക്കുന്നത്. അവൻ്റെ നാമം ഭൂമിയിൽ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ. മലാഖി 1:14 വായിക്കാമോ? 1:14 വായിക്കാമോ? ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാണുണ്ട് ഉണ്ടായിരിക്കെ, എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന്. എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്. അപ്പം ഫിലിപ്പിയർ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, നമുക്കൊരു നാമം തന്നിരിക്കുകയാണ്. എന്തിനാണ്? സകല നാമത്തിലും മേലായ നാമം. ഈ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഉച്ചരിപ്പാനും മുറുകെ പിടിക്കാനും ചൊല്ലാനും ഒക്കെ തന്നിരിക്കുന്നൊരു നാമമാണ്. എന്തിൻ്റെ നാമം? യേശു ക്രിസ്തുവിൻ്റെ നാമം. അത് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടി വരേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നമ്മൾ ഇന്ന് എവിടെ കൂടിയെന്നല്ല. ഒരുപക്ഷെ റെൻറ്റഡ് ബിൽഡിംഗ് ആയിരിക്കാം, ഒരുപക്ഷെ ടെൻ്റ് ആകാം, ഒരുപക്ഷെ വലിയ പണിതെടുത്ത സഭാഹോളായിരിക്കാം, ഓൺ ബിൽഡിംഗ് ആയിരിക്കാം, റെൻറ്റഡ് ബിൽഡിംഗ് ആയിരിക്കാം. പക്ഷേ ബൈബിൾ പറയുന്ന ശ്രദ്ധിച്ച്, ബിൽഡിങ്ങിന് അല്ല പ്രാധാന്യത. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാനുണ്ട്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നാം ഇന്നിവിടെ കൂടി വരുന്നതിൻ്റെ പിമ്പിൽ നാം ഉച്ചരിക്കുന്നൊരു നാമമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമം. പൈശാചിക ശക്തികൾ ഭയപ്പെടുന്ന നാമം, ശത്രുവിന് ഭീതിയായ നാമം. ആ നാമമാണ് ഇന്നിവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടി വരുന്നത് ഏത് നാമത്തിലാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. യോഹന്നാൻ 14:13 നമ്മൾ വായിച്ച കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. അപ്പം പ്രാർത്ഥിക്കേണ്ടത് ആരുടെ നാമത്തിലാണ് എന്ന് പറഞ്ഞാട്ട് എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ് നിർത്തിയിട്ട്, കർത്താവേ വീട് തരണമേ, കാറ് തരണമേ, കുഞ്ഞിൻ്റെ കല്യാണം നടക്കണേ, ആത്മീകമായി വളർത്തണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നിർത്തുന്ന കേട്ടോണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ എഴുതി വെക്കുകയാണ്, ഇത് ഞങ്ങൾക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ഓ ഹല്ലേലൂയ. മനസ്സിലായി തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക. പിശാച് വിറയ്ക്കുന്നൊരു നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ഇന്നത്തെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വായിൽ പറയാൻ തന്ന നാമം, നിന്റെ വായിൽ ഉച്ചരിപ്പാൻ തന്ന നാമം. ഓ ഹല്ലേലൂയ,
ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പം അതിൻ്റെ ഒടുവിൽ നമ്മൾ പറയുന്നത് യേശു ക്രിസ്തുവിൻ. അപ്പം പ്രാർത്ഥിക്കേണ്ടത് ആരുടെ നാമത്തിലാണ്? യേശു ക്രിസ്തുവിന്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിനക്ക് ധൈര്യം പറയുക. ദൈവാത്മാവ് ഈ നാമത്തിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പറയുന്നതൊക്കെ അല്പ ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്തു തന്നിരിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം ചിലത് ചെയ്തു തരാൻ പോവുകയാ. ദൈവം ചിലത് ചെയ്തു തരാൻ പോവുക. നിന്റെ വീടിൻ്റെ വലിപ്പമല്ല പിശാചിന് പേടി, നീ ഉച്ചരിക്കുന്ന നാമമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ പാർക്കുന്ന സ്ഥലം സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ നീ വിജയിക്കാൻ കാരണം എന്താണ്? എൻ്റെ നാമം നീ മുറുകെ പിടിച്ചിരിക്കുന്നു. ഓ, തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യ. എത്ര രക്തം കുടിച്ചിട്ടും കലിതീരാത്ത രക്തദാഹിയായ പിശാച് ഈ തിരുവല്ലായുടെ മണ്ണിൽ താണ്ഡവ നൃത്തമാടുമ്പോൾ നിന്നോട് ദൈവം പ്രവചിക്കുക, നിന്നെ അവൻ ഭയപ്പെടാൻ കാരണം നീ വിളിച്ചിരിക്കുന്ന നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം നമുക്ക് നമ്മൾ കൂടി വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരുടെ നാമത്തിലാണ്? യേശു. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ പലരുടെയും കുടുംബങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം നിങ്ങൾ 30 മണിക്കൂർ പ്രാർത്ഥിച്ചതല്ല, ഈ നാമം മുറുകെ പിടിച്ചോണ്ടാണ്. നിങ്ങളെ തകർക്കുവാൻ എത്രയോ നിഗൂഢ പദ്ധതികളുമായിട്ട് ദുഷ്ടൻ അടുത്തു വന്നു. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയത്, എൻ്റെ നാമം വൃഥാ എടുക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ നാമത്തോടുള്ള കളി സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ കളി പാളും. അത് പരദേശിക്കും പാളും, ഉപദേശിക്കും പാളും. ഈ നാമം അത്ര ഭയങ്കരമാണ്. ഈ നാമനിമിത്തം ശപിക്കപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. ഈ നാമനിമിത്തം അനുഗ്രഹം ചുമക്കുന്നവരും ഒത്തിരി പേരുണ്ട്. ഈ നാമത്തോട് മാത്രം കാണിക്കുന്ന വിശ്വസ്തത നിന്റെ സന്തതിമേലും കുറിച്ചു വെക്കുന്നവനാ ദൈവം. വചന വെളിപ്പാടിലോട്ട് വരാം. വെളിപ്പാട് പുസ്തകത്തിലെ വാക്യത്തിലോട്ട് നമ്മുടെ സത്യയെ കൊണ്ടുവരുന്നു. നിങ്ങൾ പാർക്കുന്ന സ്ഥലം സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണ്. നീ എവിടെ റെഫറൻസ് കൂടെ ഒന്ന് പറയാമോ? 2-ാം അധ്യായം 13-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. 13-ാമത്തെ വചനത്തിലോട്ട് നമുക്ക് വരാം. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. പരിശുദ്ധാത്മാവ് ഏത് സഭയോടാ പറയുന്നതെന്ന് പറയാമോ? പെർഗമോസിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ പാർക്കുന്ന സ്ഥലം സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണ്. ഞാൻ ഒരിക്കല് സ്തോത്രം ഒരു മനോഹരമായ വീട്ടിൽ കടന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടുകാരെന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഈ വീട് ഞങ്ങൾ 3 വർഷം മുമ്പ് വാങ്ങിച്ചതാ. ഞാൻ നോക്കുമ്പോൾ ആ വീടിൻ്റെ സ്റ്റൈല്, ആ വീടിൻ്റെ ഭംഗി അപ്പോഴും പോയിട്ടില്ല. പുത്തൻ വീട് പോലെ ഇരിക്കുക. ഞാൻ അവരോട് ചോദിച്ചു, സ്തോത്രം, നിങ്ങൾ പണിത വീടാണോ? അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ വാങ്ങിച്ച വീടാ. ഞാൻ ചോദിച്ചു, എന്തോ വില കൊടുത്തു? സ്തോത്രം പറഞ്ഞു, അവര് 2.5 കോടി രൂപയ്ക്ക് പണിത് 6 മാസം താമസിച്ച വീടാ. സ്തോത്രം. പക്ഷെ ഞാനത് 89 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു. ഞാൻ ചോദിച്ചു, അതെങ്ങനെ പറ്റിയ? 2.5 കോടിക്ക് പണിത വീട്, സ്ഥലം ഉൾപ്പെടെ 80. അവർക്കിവിടെ താമസിക്കാൻ വയ്യാത്ത അന്തരീക്ഷം ഉണ്ടായി. സ്തോത്രം. അവരുടെ മന്ത്രവാദികൾ പറഞ്ഞു, ഈ വീട്ടിൽ താമസിച്ചാൽ ഗതി ഉണ്ടാകത്തില്ലെന്ന്. സ്തോത്രം. പക്ഷെ അവർ പറയുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വീട്ടിൽ വെച്ച് ഭയങ്കര തുമ്മലും പനിയും തലവേദനയും തലകറക്കും കൂടെ ഓപ്പറേഷനും 2.5 വർഷമായിട്ടൊരു തുമ്മൽ പോലും വന്നിട്ടില്ല. അതെന്നാ കാര്യം? നിങ്ങൾ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സാത്താന്റെ എത്ര വലിയ അധിനിവേശം നീ പാർക്കുന്ന മണ്ണിലുണ്ടെങ്കിലും നിന്നെ തൊടാത്തത് എന്താണെന്നറിയാമോ? നീ എൻ്റെ നാമം. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് മുറുകെ പിടിക്കാൻ. അപ്പം നോക്കിയേ, കൂടി വരാൻ ഒരു നാമം, പ്രാർത്ഥിക്കാൻ ഒരു നാമം, നിനക്ക് മുറുക്ക പിടിക്കാൻ.
ഓ യേശുവിൻ്റെ നാമത്തിൽ എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയും, ഈ നാമത്തിൻ്റെ മുമ്പിൽ ചില ദുഷ്ടശക്തികൾ നിന്റെ വീട്ടിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ. ഓ ആരോടോ ദൈവം പറയും, നിന്റെ പാർപ്പ് സുഗമമാക്കുവാൻ തടസ്സമായി നിൽക്കുന്നതൊക്കെ നീങ്ങിപ്പോകട്ടെ. ഓ ഇതിനകത്തൊരു ആത്മാവിൻ്റെ തീ ആളി കത്തുകയാണ്. ഈ നാമം ധരിച്ചവരാണ് ഇവിടെ വന്നവർ, ഈ നാമം മുറുകെ പിടിക്കുന്നവരാണ് ഇവിടെ വന്നത്. ശത്രു പരാജയപ്പെടത്തക്ക രീതിയിൽ ഈ നാമം മുറുകെ പിടിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ആര് ചെയ്തു തരും? ആര് ചെയ്തു തരും? യേശു ചെയ്തു തരും. എപ്പോൾ ചെയ്തു തരും? എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, അപ്പം കൂടി വരുന്നത് അവൻ്റെ നാമത്തിലാണ്, പ്രാർത്ഥിക്കുന്നത് അവൻ്റെ നാമത്തിലാണ്. ഇനി യാക്കോബിൻ്റെ ലേഖനത്തിലോട്ട് നമുക്ക് വരാം. 5-ാം അധ്യായം എടുക്കാം. ജെയിംസ് ചാപ്റ്റർ 5 വാക്യം 14-15 വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ ദൂതിലോട്ട് വരട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നീ പ്രാപിക്കേണ്ട സൗഖ്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയാം, നിങ്ങളിൽ ഒരാൾ രോഗിയായാൽ, ദൈവത്തിന് സ്തോത്രം, മെഡിക്കൽ കോളേജിൽ പോകട്ടെ, നല്ല വചനം, ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ വചനം പറയുക, നിങ്ങൾ സഭയിലെ മൂപ്പനെ വരുത്തണം, എണ്ണ പൂശി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? എൻ്റെ നാമത്തിൽ. ഒരാമയും വരുന്നില്ല. ഇന്ന് പകൽ ആ എണ്ണയ്ക്കകത്തോട്ട് നീ ചേർക്കേണ്ട നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഓ ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, നിനക്ക് പറയാനൊരു നാമം, നിനക്ക് ഉച്ചരിക്കാനൊരു നാമം, മുറുകെ പിടിക്കാനൊരു നാമം, അപേക്ഷിക്കാനൊരു നാമം, കൂടി വരാനൊരു നാമം. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പം നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇതിന്റെ ഒരു സിസ്റ്റം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ ഒരാൾ വരുമ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ ഇച്ചിരി എണ്ണ പൂശി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതും. സ്തോത്രം. രോഗിയായിരിക്കുന്ന ഞായറാഴ്ച പോരുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട്, പാസ്റ്റർ യോഗം കഴിഞ്ഞിട്ട്, സ്തോത്രം, എനിക്ക് തലവേദനയാണ്, ഞാനെൻ്റെ തലയിൽ പാസ്റ്റർ ഒന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കണം. എനിക്ക് കൈക്ക് വേദനയാണ്, ഞാൻ എൻ്റെ ഷോൾഡറിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാർ എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കും. പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ പറയുന്നൊരു നാമമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവ് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്, എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശാന്തി വരേണ്ടതിന് ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? സ്തോത്രം. അതിൻ്റെ മർമ്മം മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഒരു മാരക രോഗം ബാധിച്ചു കിടക്കുന്ന ഒരു വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാനവിടെ ചെന്നപ്പോൾ സ്തോത്രം, അവർ പായിട്ട് കുളിച്ച് ഒരുങ്ങി രാവിലെ തൊട്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. ഞാനവിടെ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവരുടെ മേശപ്പുറത്തൊരു ചെറിയ പാത്രത്തിനകത്ത് കുറച്ച് ഒരു 10 സ്പൂൺ വെളിച്ചെണ്ണ കാണും, അതെടുത്ത് വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിനൊരു മാരക രോഗമാണ്, പാസ്റ്ററെ കൊണ്ട് എണ്ണ ഇച്ചിരെടുത്ത് ആ കുഞ്ഞിൻ്റെ തലയിൽ പൂശി ഒന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകുമെന്ന് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ യാക്കോബിൻ്റെ ലേഖനം വായിച്ചപ്പോൾ കിടക്കുന്നത് കണ്ടു. അതിനാണ് ഞങ്ങൾ പാസ്റ്ററെ വരുത്തിയേ. ചുരുക്കി പറയാം, എത്രയോ പേര് ഈ മുറിക്കകത്ത് എണ്ണയും കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് തലയിൽ എണ്ണ പൂശി പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ രഹസ്യം എന്നാണെന്നറിയാമോ? ഇത് ദൈവത്തിന് സ്തോത്രം, ഒരു വ്യക്തിയുടെ കരത്തിൻ്റെ ശക്തിയല്ല, നാം ചൊല്ലുന്ന നാമമാണ്. ഒരാമയും വരുന്നില്ല. ഇന്ന് പകൽ നിനക്ക് ഏതെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ നീ ഒട്ടും വ്യാകുലപ്പെടരുത്. രോഗം വന്നെങ്കിൽ ഓർത്തോണം നീ സൗഖ്യമാകാനാ. പ്രശ്നങ്ങൾ വന്നെങ്കിൽ ഓർത്തോണം നീ സൗഖ്യമാകാനാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നിങ്ങളിൽ ഒരാൾ രോഗിയാ. നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം, പാസ്റ്ററെ വിളിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല, പാസ്റ്ററെ വീട്ടിൽ വരുത്താൻ പറ്റുന്ന സാഹചര്യമല്ല, ഇവിടെ വരാനും പറ്റുന്ന സാഹചര്യമില്ല, വീട്ടിലോട്ടിരിക്കണം.
യാക്കോബിന്റെ ലേഖനം എടുത്തു വെക്കണം. ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ എടുക്കണം. എവിടെ നിങ്ങൾക്ക് രോഗമുണ്ടോ ആ രോഗമുള്ള ഭാഗത്തോട്ട് എണ്ണ പൂശിയിട്ട് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ നിമിഷം ഞാൻ സൗഖ്യമാകട്ടെ. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ എനിക്ക് അസഹ്യമായൊരു തലവേദനയുണ്ടായി. ആ തലവേദന എന്നെ 4.5 മാസം അസ്വസ്ഥപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അന്നൊരു ദിവസം പാസ്റ്റർ ജോഷി കോട്ടയത്ത് ബുധനാഴ്ച ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഫാമിലി പറയിൽ പ്രസംഗിക്കുക. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്റർ അടുക്ക ചെന്നേച്ച് പറഞ്ഞു, എൻ്റെ ബെഡ്റൂം വരെ ഒന്ന് വരണം. ചെന്നപ്പോൾ ഞാൻ മുട്ടുകുത്തിയ പാസ്റ്റർ ചോദിച്ചു, എന്നാ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലിടുന്ന കൊച്ചു ബോട്ടിൽ എണ്ണ വായിച്ചിട്ട് പറഞ്ഞു, ഇതൊരു ഇച്ചിരി എണ്ണ പൂശി യാക്കോബിൻ്റെ ലേഖനം പറഞ്ഞു എൻ്റെ നെറ്റിയെ പൂശി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് എൻ്റെ തലവേദന പോയി. ഇന്ന് വരെ ആ രോഗം പിന്നെ വന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് സാക്ഷി പറയുക, ഈ നാമത്തിൻ്റെ ശക്തി ഭയങ്കരമാ. നീ രോഗിയായി ജീവിക്കുമ്പോൾ വിളിച്ചു പറയണം, നിനക്ക് രോഗശാന്തി വരേണ്ടതിന്. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, ഈ നാമത്തിൽ രോഗശാന്തി ഉണ്ട്, ഈ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. അപ്പൊ നോക്കിയേ, നിങ്ങൾ കൂടി വരുന്നത് ഈ നാമത്തിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ നാമത്തിലാണ്, നിങ്ങൾ മുറുകെ പിടിക്കുന്നത് ഈ നാമത്തിലാണ്, നിങ്ങൾ സൗഖ്യമാകുന്നത് ഈ നാമത്തിലാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേച്ച് ഞാനിന്ന് പറയാൻ പോകുന്ന ദൂതിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം എടുത്തേ, 16-ാം അധ്യായം എടുത്തേ, 17-18 വാക്യങ്ങളിൽ നമുക്ക് 17-ാം വാക്യത്തിൻ്റെ പകുതി ഭാഗം ഒരു ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് എൻ്റെ നാമത്തിൽ അവർ, സ്തോത്രം, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. കർത്താവ് പറയുക, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം നിനക്ക് തന്നിരിക്കുകയാണ് ഈ നാമം. എന്തിനെയാണ്? ഭൂതങ്ങളെ പുറത്താക്കുവാൻ. ചില ഗഹനമായിട്ട് പറയാം, എന്തിനായി തന്നേക്കുന്നേ? ഭൂതങ്ങളെ. അതിന് നല്ല മലയാളം, നിന്റെ കുടുംബത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ദുഷ്ടശക്തി പോരാടുന്നെങ്കിൽ അതിനെ പുറത്താക്കാൻ ഈ നാമം നിനക്ക് തന്നിരിക്കുക. സ്തോത്രം. 17:1 മുതലൊന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. 17-ാമത്തെ വാക്യം ആദ്യം മുതലേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് രണ്ടാമത് വായിപ്പിച്ചെന്നില്ല. ഈ ഭൂതങ്ങളെ പുറത്താക്കാൻ ഓർഡിനേഷൻ വേണമെന്നില്ല. സ്തോത്രം. സഭയുടെ പാസ്റ്റർ ആകണമെന്നില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക, നിന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ വിജയം ഈ നാമമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്? സ്തോത്രം. 1-2 ചെറിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. എൻ്റെ നാമത്തിൽ ഭൂതം പുറത്താക്കുമെന്ന പദത്തിലേക്ക് വരിക. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം വളരെ പരിചിതമായ വാക്യം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതന്റെ ജീവിതത്തിൽ നടക്കേണ്ട ഒന്നാമത്തെ പടി, ഈ ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ വണ്ണമോ പൊക്കമോ അല്ല പിശാചിന് ഭയം, നീ ധരിച്ചിരിക്കുന്ന നാമമാണ്. എത്ര പേരാമയും പറയാൻ പറ്റും? ഒരാൾ സ്നാനത്തിലൂടെ പെന്തിക്കോസിൽ ചേരുവല്ല, യേശുവിനെ ധരിക്കുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ചുരിദാർ ധരിക്കുന്നത് പോലെ, വസ്ത്രം ധരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിന്നെ ഫുള്ള് യേശു കവർ ചെയ്യുക. ഒരാമയും പറഞ്ഞാട്ട്. അപ്പൊ സ്നാനത്തിലൂടെ ഒരാൾ എന്ത് ചെയ്യുന്നു? യേശുവിനെ ധരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1 Peter chapter 4:16 നമുക്കത് വായിച്ചു കേൾക്കാം. ഇച്ചിരുടെ ഗഹനമായ ദൂതിലേക്ക് വരികയാണ്. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. പത്രോസ് അപ്പോസ്തലൻ പറയാ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ഈ നാമം ധരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ദൂത് തരുക. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് ശുശ്രൂഷയിൽ അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്ക് പിൻപിൽ ഞാൻ അണിഞ്ഞ നാമമാണ്.
ഞാൻ ധരിച്ച നാമമാണ്. എനിക്ക് പുകഴാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഒരു കഴിവുമില്ലാത്ത സീറോയ്ക്ക് താഴെ ഒരു മനുഷ്യൻ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് അനി ജോർജ. പക്ഷെ എന്നെ ഞാനാക്കിയത് ഞാൻ ധരിച്ച നാമമാണ്. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. നിന്നെ കളിയാക്കുന്നവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട്, ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച്, ഓ ഹല്ലേലൂയ, നിന്നെ പുച്ഛിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് ധരിക്കാൻ ഒരു നാമം, നിന്നെ വെല്ലുവിളിക്കുന്നതിന് മുമ്പിൽ നിനക്ക്, ഓ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, നിന്റെ വീടിനകത്ത് നിന്ന മാറാൻ പോകുന്നു, നിന്റെ ദേശത്തിലെ നിന്ന മാറാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, ഈ നാമം ധരിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമം ആരുടെ നാമമാ? യേശുക്രിസ്തുവിന്റെ നാമം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മളൊന്ന് പാടാൻ പോവാ, എല്ലാ നാമത്തിലും മേലായ നാമം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, സകല നാമത്തിലും മേലായ നാമം. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഇന്നൊരു പാട്ടുകൂടെ പാടാൻ പോവാ പ്രസംഗത്തിനിടയിൽ. എല്ലാ നാമത്തിലും മേലായ നാമം. ആ പാട്ട് അറിയാവുന്നൊരു കൈപൊക്കിക്ക്. എല്ലാവർക്കും അറിയാം. ഒന്നിച്ചു പാടുവോ? ലൈവിൽക്കുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഒന്നിച്ചു പാടാൻ പോവാ. എല്ലാ നാമത്തിലും ഒന്ന് പറഞ്ഞ, എല്ലാ നാമത്തിലും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുക, ഇന്ന് മാറാൻ പോവുക. ഈ നാമം ധരിച്ച്, ഓ യേശുവിന്റെ നാമത്തില്, ഹല്ലേലൂയ, നമ്മൾ ഒന്നിച്ചൊന്ന് പാടാൻ പോവുക. ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് പാടി ഒന്ന് ആരാധിക്കാം യേശുവിനെ. ചില മിനിറ്റുകൾ മാത്രം ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച്. യെസ്. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുവല്ലഭമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുവല്ലഭമുള്ള നാമം. എല്ലാരും പാടുന്നില്ല, എല്ലാരും പാടുന്നില്ല. വാ തുറന്ന് പാടിക്കേ. Hallelujah.
പ്രാർത്ഥിക്കുവാൻ അതേ നാമം, മുറുകെ പിടിക്കുവാനൊരു നാമം, സൗഖ്യം പ്രാപിപ്പാൻ ഒരു നാമം, ഭൂതങ്ങളെ പുറത്താക്കുവാൻ അതേ നാമം. സ്തോത്രം. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ഭാഗത്തോട്ട് വരാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് ക്രിസ്ത്യാനിയായിട്ട് ഞാനൊക്കെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ആളാണ്. എന്തോ ഒരു കഷ്ടം ഞാനൊക്കെ സഹിച്ചിട്ടുണ്ട്. ഇന്നാണ് എൻ്റെ വീട്ടുകാർക്കൊക്കെ ഞാൻ വലിയവനായേ. അന്ന് അനുഭവിച്ച നിന്നയ്ക്ക് കൈയും കണക്കുമില്ല. പക്ഷെ അവിടെ ഒന്നും പതറിയില്ല. ഈ നാമം നിങ്ങൾ ചിന്തിക്കണം. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അത് വലിയ വെല്ലുവിളിയുള്ള ഫീൽഡാണ്. ആ ഫീൽഡിൽ തോറ്റവരും ഉണ്ട്, ജയിച്ചവരും ഉണ്ട്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ തോക്കരുത്, നിങ്ങൾ ജയിക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആരെങ്കിലും വല്ലതും പറഞ്ഞ ഉടനെ ലജ്ജിച്ച് പ്രയർ നിർത്തരുത്. അവര് പറഞ്ഞോട്ടെ. ഈ നാമം ധരിച്ച്, ഓ, നമുക്ക് ഈ നാമം പറയാൻ നാവി തന്നിരിക്കുക. ഒരു രോഗി സൗഖ്യമാകുമ്പോ എന്താ പറയുന്നേ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഭൂതം ഇങ്ങനെ കിടന്ന് അലറുക. ഞാൻ എൻ്റെ പേര് ഇതാണ്, ഇന്നത് ഇതാണെന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു ചെറിയ പ്രശ്നത്തെ നിൽക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അല്ല, ഞാൻ ഇന്ന് ഇവിടെ കൂടെ ദൈവത്തിന് സ്തോത്രം നൃത്തം ചെയ്തേനെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് ഇന്നിച്ചിരി പ്രസംഗം നേരത്തെ നിർത്തും, ഒരു രക്ഷയില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇന്നല്ലെങ്കിൽ കോട്ടയത്ത് ചെല്ലുമ്പോൾ സൗഖ്യമാവും. ഒരു ഉച്ച കഴിഞ്ഞാൽ അതിനെക്കാട്ടും വലിയ കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. അപ്പം ഇന്ന് പറയാൻ പോകുന്ന ദൂതിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ആമീൻ, സ്തോത്രം. അപ്പം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട്, ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എത്ര പേര് റെഡിയാണ്? നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നാമം നമുക്ക് പറയാന്ന്. ഒരു ഭൂതം ഇങ്ങനെ അലറി വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്തുവാ? ഞാൻ അനി ജോർജാണ്, വിട്ടുപോക്കോണം. ഭൂതം പറയും കൈ ഇരിക്കട്ടെന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെല്ലാം പറയുന്ന കൂടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ നിന്നോട് കൽപ്പിക്കുന്നു. എല്ലാത്തിനും ഉദ്ദേശിക്കുന്ന പറയുന്ന നാമം എന്തുവാ? അപ്പൊ പിന്നെ ഈ രോഗശാന്തി തട്ടിപ്പാന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് എനിക്കറിയാതെ ചോദിക്കുക. ഏത് രോഗവും സൗഖ്യമാകുന്ന എപ്പോഴാ? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാ. ഇത് തലേ കയറാത്തവന്റെ പ്രശ്നമായത്. ഞാൻ തല്ലിയ ഒരു ഈച്ച പോലും ചാകുകയില്ല. ഉള്ള സത്യം ഞാൻ പറയാം. ആ ഈച്ചയെ കൊല്ലാനുള്ള കഴിവ് പോലും ഇരിക്കില്ല. എന്നാല് യേശു ക്രിസ്തുവിന്റെ നാമം പറയുമ്പം ഞാനെന്ന് പറയുന്ന ആള് പുറകിൽ പോയി. എന്റെ മുമ്പിൽ മറ്റൊരു നാമത്തിന്റെ ഫ്രെയിം വരുവാ. ഹല്ലേലൂയ. അത് ആർക്ക് ചെയ്യാമെന്ന? വിശ്വസിക്കുന്നവർക്ക്. അത് ആർക്ക് ചെയ്യാം? ആരിൽ വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് ചെയ്യാം. സ്തോത്രം. ഈ നാമം ഇങ്ങനെ വാഗൊണ്ട് പറയണം. വലിയ വലിയ പ്രതിസന്ധികളൊക്കെ മുമ്പിൽ വരുമ്പം കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കരുത്. മനസ്സിൽ പറയണേ, വാഗൊണ്ടൊന്നും പറയല്ലോ കേട്ടോ. ഒരിക്കലൊരു സഭയിൽ പാസ്റ്റർ പഠിപ്പിച്ചു, എന്തോ വന്നാലും യേശുവിനെ അവൻ പറഞ്ഞേക്കണം. വൈകിട്ട് ഭർത്താവ് ദേഷ്യപ്പെട്ടു വന്നപ്പം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അടങ്ങ് പിശാചേ. പിന്നെ അവിടെ നടന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ നാമം വൃഥാവെടുക്കരുത്. ഇത് ഭർത്താവ് ദേഷ്യപ്പെടുമ്പം ഭർത്താവിനെതിരെ ഉപയോഗിക്കേണ്ട അമ്പല്ല. തെറ്റിദ്ധരിക്കപ്പെടരുത്. സ്തോത്രം. ഒരിക്കല് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ 40 ദിവസമായി ഇസ്രായേൽ നിരയെ വെല്ലുവിളിക്കുക. സ്തോത്രം. ഒരു ഇടയച്ചറക്കനായ ദാവീദ് ഒരു സഞ്ചിക്കത്തെ കല്ലും കമണയും കൊണ്ട് ചെല്ലുമ്പം, സ്തോത്രം, പറയുന്ന ഒരു പദമുണ്ട്. സ്തോത്രം.
1 ശമൂവേൽ 17:45. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. നിന്റെ കയ്യിൽ വടിയുണ്ട്, വേലുണ്ട്, കുന്തമുണ്ട്, വാളുണ്ട്. എൻ്റെ കയ്യിൽ വടിയില്ല, വാളില്ല, കുന്തമില്ല, വേലില്ല. പക്ഷേ നീ നിന്ദിക്കുന്നവന്റെ നാമം എൻ്റെ മേലുണ്ട്. ഒരാമയും വരുന്നില്ല. അങ്ങനെയാന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ, നീ എന്തുമായിട്ട് വരുന്നെന്നാ വായിച്ചേ? ഒന്നുകൂടെ വായിച്ചേ. നീ വാളും കുന്തവും വേലുമായി. വാള്, കുന്തം, വേല്. നിങ്ങൾ എന്നെ നോക്കണം. വാളിനാണോ മൂർച്ച, കുന്തത്തിനാണോ മൂർച്ച, വേലിനാണോ പ്രയോഗ കൂടുതൽ, യേശുവിന്റെ നാമത്തിനാണോ പവർ? പറ. അങ്ങനെയാണ് നിനക്കെതിരെ വാളെടുത്തവനെ നീ എന്തിനാ പേടിക്കുന്നേ? നിനക്കെതിരെ കുന്തം പിടിച്ചോണ്ട് നിൽക്കുന്നതിനെ നീ എന്തിനാ? ഒരാമയും വരുന്നില്ല. യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനം അറിയേണ്ടതിന്. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. അപ്പം നിനക്കെതിരെ ഒരാൾ വാളെടുത്താൽ, നിനക്കെതിരെ ഒരാൾ കുന്തമെടുത്താൽ, നിനക്ക് ഉച്ചരിക്കാൻ ഒരു നാമം നിന്റെ നാവിൽ തന്നേക്കുവാ. എന്തോ നാമമാ? യേശു ക്രിസ്തുവിന്റെ നാമം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ നാമം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്? ധരിക്കണം. സ്തോത്രം. ഇനി ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 9 verse 15. 9-ാം അധ്യായം 15-ാം വാക്യം. സ്തോത്രം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ. ഈ നാമം നാം വഹിക്കേണ്ട നാമം. ഈ നാമം നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഈ നാമം ധരിക്കണം. ഈ യേശുവിനെ ധരിക്കണം, യേശുവിൻ്റെ നാമം ധരിക്കണം, യേശുവിൻ്റെ നാമം വഹിക്കണം. സ്തോത്രം. ഇന്നിവിടെ നീ വന്നേക്കുന്നത് ഏത് വണ്ടിയാലെന്നല്ല ചോദ്യം, ഈ നാമം വഹിച്ചോണ്ടാണോ? സ്തോത്രം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം വഹിച്ചോണ്ട് യോർദാനിലേക്ക് കാലുകുത്തിയപ്പോൾ യോർദാനിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നാമം വഹിച്ചോണ്ട് നീ മുന്നോട്ട് പോകുമ്പോൾ നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ശക്തികൾ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുക, ചിലർക്ക് വലിയ വിടുതൽ ദിവസങ്ങളുണ്ട്. അല്പം കൂടെ പ്രാർത്ഥനയിൽ നിറയണം. അല്പം കൂടെ പ്രാർത്ഥനയിൽ നിറഞ്ഞാൽ വലിയ വിടുതലുകൾ ദൈവം തരും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഈ നാമം ശ്രേഷ്ഠകരമായ നാമമാണ്. ഈ നാമം അത്ഭുതം ചെയ്യാൻ പോകുകയാ. ഇനി ഞാൻ ഇതിനകത്ത് ഒരു പ്രധാന ദൂത് പറഞ്ഞേച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം വഹിക്കുമ്പം ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ഉയരത്തിലെ ശക്തിയെ ധരിക്കണമെന്നാണ്. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ആ ശക്തി ഏതാ? ക്രിസ്തുവിന്റെ ശക്തി. അല്ലെങ്കിൽ ആരുടെ ശക്തി? പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പം ഈ ക്രിസ്തുവിനെ ധരിക്കണം, ക്രിസ്തുവിൻ്റെ നാമം ധരിക്കണം. തീർന്നില്ല. ദൈവത്തിന് സ്തോത്രം. വചനം പറയുകയാണ്, സ്തോത്രം, ഉയരത്തിലെ ശക്തിയെ ധരിക്കണം. അപ്പം നിങ്ങൾക്ക് എത്ര വലിയ പ്രതിസന്ധി വന്നാലും നമ്മുടെ നാവിൽ എന്ത് തന്നിരിക്കുക? യേശു ക്രിസ്തുവിൻ്റെ നാമം തന്നിരിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, ഒരു വലിയ പ്രതിസന്ധി ഒരു മനുഷ്യനുണ്ടായി. പ്രതിസന്ധി ഞാൻ വിവരിക്കുന്നില്ല. ആ പുള്ളി എന്നോട് വന്ന് സാക്ഷ്യം പറയാ, പാസ്റ്ററെ, പ്രതിസന്ധി ഉണ്ടായ സമയത്ത്, കോടതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഒരു വക്കീലിൻ്റെ മുമ്പിൽ വെച്ച് 2 കൂട്ടർ തമ്മിൽ ഒരു വിഷയത്തിന് ആർഗ്യുമെന്റ് നടക്കുക, സഹോദരങ്ങൾ തമ്മിൽ. സ്തോത്രം. അതിൽ ഇളയ സഹോദരൻ പറയുക, സ്തോത്രം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിലോട്ട് പോയിട്ട് പൈപ്പ് തുറന്നു വിട്ടിട്ട്
ആ ബാത്റൂമിനകത്ത് മുട്ടുകുത്തി കൈ ഉയർത്തി വെച്ച് പറഞ്ഞു, കർത്താവേ, ഈ കാര്യം നീ പരിഹരിച്ചു തരണേ. പുള്ളി എന്നോട് പറയാ, ഇറങ്ങി വന്നപ്പോൾ പുലി പോലെ നിന്ന സഹോദരൻ വന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നിന്നോട് എനിക്ക് എന്തുവാടാ, നമ്മൾ എന്തിനാടാ വക്കീലിന് മുമ്പിൽ വന്നേ, നമുക്കൊന്നിച്ചത് തീർക്കാമല്ലോ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആ വിഷയം കോംപ്രമൈസായി. നിങ്ങൾ പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് ഉച്ചരിക്കാൻ ഒരു നാമം തന്നിരിക്കുക. നീ പറയണം, യേശുക്രിസ്തുവിന്റെ നാമത്തില് ആ വിടുതലുകൾ നിന്റെ വീട്ടിൽ നടക്കുകയാ. യേശുക്രിസ്തുവിന്റെ നാമത്തില് ആ വിടുതൽ നിന്റെ കുടുംബത്തിൽ നടക്കുക. അതിനകത്തെ പ്രധാനപ്പെട്ടൊരു ദൂത് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകും. അപ്പം അവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം ആമേ, ആ വാക്യം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. എല്ലാവരും കൂടെ പറഞ്ഞ, ദൈവം ചെയ്തു തരും. ഒന്ന് പറഞ്ഞ, ദൈവം, നീ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയത്തിലെ മറുപടി ദൈവം ചെയ്തു തരും. ദൈവം ചെയ്തു തരും. വിശ്വാസമുണ്ടോ? അതിനകത്ത് 2 പദങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. മാർക്ക് ചാപ്റ്റർ 7 verse 37. മമ്മി വായിച്ചു കേൾക്കാം ആ വാക്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ സകലവും നന്നായി ചെയ്തു. ദൈവം ചെയ്തു തരുമെന്ന് പറഞ്ഞ അടുത്ത പദം പറയുക, അവൻ സകലതും നന്നായി ചെയ്തു. നന്നായി ചെയ്തു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, അവൻ സകലതും നന്നായി ചെയ്യും. ഓ ഹല്ലേലൂയ. നിന്നെ ഭാരപ്പെടുത്തിയ വിഷയം, നിന്നെ സങ്കടപ്പെടുത്തിയ വിഷയം, നിന്നെ വ്യാകുലപ്പെടുത്തിയ വിഷയം എൻ്റെ ദൈവം നന്നായി ചെയ്യാൻ പോവുക. ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നീ ഒത്തിരി ഭാരപ്പെട്ട ആ വിഷയം നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത റേഞ്ചിൽ ദൈവം നന്നായി ചെയ്യാൻ പോവുക. ഈ ദൂത് പറയാനായി വചനം എടുത്തത്. അവൻ നന്നായി ചെയ്യും. അവൻ സകലതും. യെസ്, ഓ അവൻ നന്നായി ചെയ്യും. ആത്മാവേ, യെസ്. കഴിഞ്ഞ 4 സഭായോഗത്തിന് ഞാൻ തിരുവല്ലായിൽ ചിരിച്ചോണ്ട് പ്രസംഗിക്കുമ്പോഴും ജീസസ്, ഞാനൊരു വിഷയത്തിൽ അതീവ ഭാരത്തിലായിരുന്നു. എൻ്റെ പേഴ്സണൽ വിഷയമൊന്നുമില്ല, എല്ലാം സഭാപരമായ വിഷയങ്ങളാണ്. സ്തോത്രം. ഒരു മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതിനുള്ള തലവേദന സ്തോത്രം ഭയങ്കരമാണ്. കഴിഞ്ഞ 4 ആഴ്ച ഒരേ വിഷയത്തിൽ എൻ്റെ ഉറക്കം പോലും പോകത്തക്ക രീതിയിൽ ജീസസ്. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, എനിക്ക് ചോദിക്കാൻ മുകളിൽ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തോട് ഇടവിടാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് ഈ യോഗത്തിൽ പ്രസംഗിക്കുമ്പം എനിക്ക് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ആ വിഷയം ദൈവം ഭംഗിയായി എൻ്റെ ദൈവം ചെയ്തു. ഭംഗിയായി ഭംഗിയായി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാമെന്ന് വായിക്കുന്ന പോലെ. ഞാൻ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാം, പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രയറിനാ. 3 ദിവസം 7 ദിവസം 12 മണിക്കൂർ 21 ദിവസം 7 ദിവസം 3 ദിവസം പ്രാർത്ഥിയിലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ എൻ്റെ ലൈഫിൽ റിസൾട്ട് കണ്ടതെല്ലാം പ്രയറിലാണ്. ആരൊക്കെ നിന്നെ തോൽപ്പിക്കാൻ വന്നാലും നീ തോറ്റെന്നൊക്കെ നിനക്ക് തോന്നും, പക്ഷെ നീ തോക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്നവനാണ്. നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല. കാരണം അങ്ങനെ ദൈവം നിന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത്. നിന്റെ നാവേൽ ആ നാമം തന്നിരിക്കുക. എന്നോട് ദൈവം പറയുന്നത്, നീ പ്രവചിക്ക്, ചിലതൊക്കെ ഭംഗിയായി. നെയിം ഓഫ് ജീസസ്. ഇന്ന് ഈ ശുശ്രൂഷ കാണുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, അവൻ സകലതും ഭംഗിയായി ചെയ്യും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഒരുപക്ഷെ അടുത്ത ചില നാളുകൾക്കുള്ളിൽ ദൈവം സകലതും എന്ത് ചെയ്യും? ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഒന്ന് കൈ ഉയർത്തി പിടിച്ചു പറഞ്ഞാൽ, യേശു എല്ലാം ഭംഗിയായി ചെയ്യും. സകലതും നന്നായി ചെയ്യും. സകലതും നന്നായി ചെയ്യും. എത്ര പേര് അതിന് ആമീൻ പറയും? ഹല്ലെ. കർത്താവ് സഭാപ്രസംഗിയുടെ പുസ്തകം കൂടെ ഒന്ന് എടുക്കാവോ? 3-ാം അധ്യായം
11-ാം വാക്യം കൂടെ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത്. ദൈവം ചെയ്യും, നന്നായി ചെയ്യും, ഭംഗിയായി ചെയ്യും. അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. ഒന്നുകൂടെ വായിച്ച വാക്യം. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. നിന്റെ സമയം തെറ്റും, എന്റെ സമയം തെറ്റും. ദൈവത്തിന്റെ സമയത്ത് സകലതും ഭംഗിയായി ചെയ്യും. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവാത്മാവ് പറയുക, ശത്രു നിന്നോട് വെല്ലുവിളിച്ച മേഖലകൾ ഇന്നത്തെ ആരാധന പൊട്ടുക. നീ വിളിച്ചോളൂ, സകലതും, സകലതും. ഇന്ന് ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് പോകണ സകലതും. ഓ മിണ്ടുന്നില്ല, സകലതും. Glory to God. ഒരു സ്ത്രീ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ ഈ വീട് ജപ്തി ചെയ്യാൻ പോവാ. അതിൻ്റെ ആധാരവും ഡോക്യുമെൻറ്റുകളും എല്ലാം ചേർത്ത് ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് ആ ഫയലിൻ്റെ മണ്ടയ്ക്കോട്ട്, സ്തോത്രം, ആവർത്തന പുസ്തകം തൊട്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് വരെയുള്ള അവൾക്ക് ബോധ്യം തന്ന എല്ലാ വാക്യവും DTP എടുത്ത് ഈ സ്തോത്രം അതിൻ്റെ മണ്ടയ്ക്ക് ഫയൽ ചെയ്തിരിക്കുക. അതിൻ്റെ താഴെ നമ്മുടെ TV പ്രസംഗത്തിൽ കേട്ട 100 വാക്യങ്ങൾ ഫയൽ ചെയ്യുക. 9-10 പേജ് മുഴുവൻ വചനമാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ജപ്തിയുടെ നോട്ടീസ്, പേപ്പർ ഇതെല്ലാം ഫയൽ ചെയ്തിട്ട് പറയുക, സ്തോത്രം, പാസ്റ്ററെ, ജപ്തി മുമ്പിൽ നിൽക്കുക, പക്ഷേ ഈ വചനത്തിനടിയിലാണ് ജപ്തി നിൽക്കുന്നത്. ആ സ്ത്രീയുടെ നെറ്റിക്കൊരു പൊട്ടൊക്കെ ഉണ്ട്. ഞാൻ അവരെ അടിമുടി ഒന്ന് നോക്കി. നമ്മളീ പലർക്കും ജപ്തി വന്ന അയ്യോ ദൈവമേ പോയെന്ന് പറഞ്ഞ് വിളിച്ചൂക്കല. ആ ജപ്തിയുടെ പേപ്പറിന് മണ്ടയ്ക്ക് ആ DTP ഇന്നലെയൊന്നും എടുത്തല്ല, കുറേ ദിവസം കൊണ്ട് എടുത്ത് ഓരോ സ്ഥലത്തും ഇനിയിപ്പോൾ എന്നോട് പറയുക, ഈ വാക്യത്തിന് DTP എടുക്കാൻ പോയി മണ്ടയ്ക്ക് ഫയൽ ചെയ്യാൻ. ഞാൻ എത്രയും വചനം മേളി വെക്കുന്നോ അത്രയും താഴെയാണ് എൻ്റെ പ്രശ്നം. ആ ഫയലൊക്കെ പിടിച്ച സ്ത്രീ പോകുന്നത് കണ്ടാൽ ഏതോ ജപ്തി ക്യാൻസൽ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് സിഗ്നേച്ചർ വാങ്ങിച്ചു വെച്ച് പോന്ന പോലെ. സ്തോത്രം, 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 സ്തോത്രം. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ? നീ കേൾക്കുന്ന വചനത്തിൽ നിനക്ക് എന്തുമാത്രം വിശ്വാസമുണ്ട്? നീ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിനക്ക് എന്തുമാത്രം വിശ്വാസമുണ്ട്? അപ്പം നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. 1. 2, അവൻ സകലതും നന്നായി ചെയ്തു തരും. 3, അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തരും. ഇനി ബാക്കിയെടുത്ത് നിരത്താനുണ്ട്, ഞാൻ നിർത്തുക. സകലതും അതതിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഭംഗിയായി ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആരാധിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം, സഭാപ്രസംഗിലെ വാക്യം. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. അവൻ സകലതും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച എല്ലാവരും, കൈ എല്ലാ സ്ക്രീനെ നോക്കിയൊന്ന് വായിച്ച വാ തുറന്ന്. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. 1-2 പ്രാവശ്യം കൂടെ. അവൻ സകലവും ലൈവിൽ കാണുന്നവർ ടൈപ്പ് ചെയ്ത ഈ വചനം നീ ടൈപ്പ് ചെയ്യുമ്പോൾ വിടുതല. അവൻ സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. നീ കൈ ഉയർത്തി ഈ പന്തലിനകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുക. അവൻ സകലതും അതതിന്റെ സമയത്ത്. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് നിന്നെ മാനിക്കാതെ ദൈവം പോകത്തില്ല. അവൻ സകലതും. ഈ മോശക്കുഞ്ഞിനെ ഒരു പെരക്കകത്ത് വെച്ചേ അപ്പനും അമ്മ ഇങ്ങനെ വാ പൊത്തിക്കൊണ്ടിരിക്കുക.
അവർക്കൊന്നും പിടികിട്ടുന്നില്ല. ഈ ദൈവം ചിലത് ചെയ്യാനിറങ്ങിയാൽ നമുക്കൊന്നും, നീ പുറകോട്ട് പോകാതെ നിന്നാൽ മാത്രം മതി. ഈ നമ്മൾ ഒരു യോഗത്തിന് വരുമ്പം ഇച്ചിരി ഇപ്പം നമുക്ക് ഭയങ്കര ഒരു കുരുക്കുണ്ട്. ഒരു യോഗം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറയുക അതൊന്നും കുഴപ്പമില്ലെന്ന് നമ്മൾ പറയും, ഓ പ്രാർത്ഥന ഏറ്റിട്ടുണ്ട്. അവൻ പറയുക നിൻ്റെ വീട്ടിൽ ഞാൻ നാളെ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം ചെയ്യുന്നത് നമുക്ക് പിടികിട്ടുകയില്ല. രാവിലെ അപ്പം വായിക്ക് ഒത്തിക്കൊണ്ട് പറയും എന്തോ ചെയ്യും, അമ്മ വായിക്ക് ഒത്തിക്കൊണ്ട് പറയും എന്തോ ചെയ്യും, 6 മണിക്ക് പെങ്ങൾ വാപത്തിക്കൊണ്ട് വയ്ക്കും എന്നോ ചെയ്യും. ഒരു ദിവസം മാറി മാറി മോശയെ ചുംബിക്കുക. കരുണ കുഞ്ഞിനെ വിടാൻ പോവാ, ഇനി രക്ഷയില്ല. സ്തോത്രം. മോശക്കുഞ്ഞ് സംസാരിക്കാൻ വായുണ്ടേ പറഞ്ഞേനെ, എൻ്റെ പൊന്നപ്പനും പൊന്നമ്മയല്ലയോ, ചുമ്മാ എന്നെ ചുംബിച്ച് കുളവാക്കാതെ എന്നെ ഒന്ന് തുറന്നു വിട്. സകലതും ഭംഗിയായി ചെയ്യുന്നവൻ്റെ കയ്യിലാണ് ഞാനിരിക്കുന്നത്. എന്നെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അനേകരെ തകർത്ത ഒഴുക്കായത്, പക്ഷെ നിന്നെ തകർക്കുകയില്ല ഈ ഒഴുക്ക്. കാരണം ഭംഗിയായി ചെയ്യുന്നൊരു കരം നിന്റെ കൂടെ ഉണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറ. മോശക്കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് കയറ്റി ഒഴുക്കി വിട്ടു. അവിടെ വായിക്കുക, അവൻ എന്ത് ഭവിക്കുമെന്ന് കാണാൻ അവന്റെ പെങ്ങൾ ദൂരത്തു നിന്നു. ഞാനൊരു വെളിപ്പാട് പറയാം. നിനക്കെന്തു വരുമെന്ന് കാണാൻ ഒത്തിരി പേര് നോക്കി നിൽക്കുന്നുണ്ട്, പക്ഷെ അവർ അത്ഭുതപ്പെടാൻ പോവാ. ഓ മനസ്സിലായില്ല. നിനക്കെന്തു വരുമെന്ന്, നിനക്കെന്ത് ഭവിക്കുമെന്ന്, നിനക്കെന്തു സംഭവിക്കുമെന്ന്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ. അവൻ എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്ന് നോക്കി. ഇനി വചനം അറിയാവുന്നവരോട് ചോദിക്കുക, ഇവൾ ഒരിക്കലെങ്കിലും വിചാരിച്ച കാര്യമാണോ പിന്നെ നടന്നേ? പറ, ആണോ? അല്ല. ഞാനൊരു വെളിപ്പാട് പറയാം. ഒരു നിമിഷം മതി നിന്റെ ചരിത്രം മാറാൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 1 മിനിറ്റ് മതി നിന്റെ ചരിത്രം മാറാൻ. ഓ ഗ്ലോറി ടു ഗോഡ്. ചിലതിന് അന്ത്യം കാണാൻ കൊതിക്കുന്നവരോട് ആത്മാവ് പ്രവചിക്കുക, അങ്ങനെ സംഭവിക്കുകയല്ല. നിന്റെ കണ്ണിൽ ശത്രു വരച്ച ചിത്രം ഇന്ന് മായുന്നു. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഇന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ആത്മാവ് പ്രവചിക്കുക, നീ ഭയപ്പെടുന്നതൊന്നും നിനക്ക് ഭവിക്കുകയില്ല. ഇവള് ഭയപ്പെട്ടത് എന്താ പറയാം. ഇനി ഒരിക്കലും മോശ കാണത്തില്ല. പക്ഷെ ദൈവം പറയുക, നീ കാണത്തില്ലെന്ന് പറഞ്ഞ വിഷയം നിനക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ലെവലിൽ കാണിക്കും ദൈവം. ചുംബനം കൊടുത്ത് പറഞ്ഞയച്ചു. മോശക്കുഞ്ഞിനെ ഇങ്ങനെ ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് പറഞ്ഞയച്ചു. 5 മിനിറ്റ് കൊണ്ട് അന്തരീക്ഷം മാറുന്നു അല്ലേ? 5 മിനിറ്റ്. ഇപ്പം ഞെട്ടിയതിനേക്കാൾ വലിയ ഞെട്ടലുണ്ടായി. രാജകുമാരി നദീതീരത്തൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കണം, നടന്നു വരുന്നത് കണ്ടപ്പോൾ സ്തോത്രം, ഞാങ്ങണപ്പെട്ട എടുക്കൂടെ ചെയ്യുമ്പോൾ നെഞ്ചിടിപ്പ് കൂടി. കൊച്ചിനെ കയ്യിലെടുത്തപ്പോൾ നെഞ്ചിടിപ്പ് കൂടി. പക്ഷേ ഫറവോന്റെ പുത്രി ചിരിച്ചപ്പം നെഞ്ചിടിപ്പ് കുറഞ്ഞു. നീ ശത്രുവിൻ്റെ കയ്യിൽ ചെന്നു വീണാലും ദൈവം സകലതും ഭംഗിയായി ചെയ്യും.
നീ ശത്രുവിന്റെ കൈകളിൽ ചെന്ന് വീണാലും എഴുതിയിട്ടോ, അവൻ സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി. നല്ലൊരു ഹല്ലേലൂയ പറ. ഒരു ദൂതൂടെ പറഞ്ഞു നിർത്താം. ചിരി കണ്ടപ്പം അവൾ ചോദിച്ചു, കൊച്ചിന് പാല് കൊടുക്കാൻ അമ്മയെ വേണോ, ഒരു സ്ത്രീയെ വേണോ? വേണമെന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അന്ത്യചുംബനം കൊടുത്ത് കമന്ന് കിടയുന്ന അമ്മയുടെ തോളെ അമ്മേ, നില മാറി. അതെന്നാ? അമ്മയ്ക്ക് പുതിയ ജോലി. എവിടെ? കൊട്ടാരത്തിൽ. എടാ, കുഞ്ഞില്ലാത്ത ജോലി എന്തുവാ? അമ്മയുടെ ജോലി കേട്ടോ. അമ്മയുടെ കുഞ്ഞിന് പാല് കൊടുത്തേച്ച് 30-ാം തീയതി ശമ്പളം വാങ്ങിക്കുക. സ്തോത്രം, സ്തോത്രം. ആ അമ്മ കുഞ്ഞിനെ എടുത്ത് 2 തട്ടലും 2 ഉമ്മയും. ഫറവോന്റെ പുത്രി ഓർത്തു, എന്തോ കൊച്ചിനോട് സ്നേഹമുള്ള കൊച്ച, അവക്ക് ഈ കഥ അറിയത്തില്ല. സ്തോത്രം. മോശയുടെ അമ്മ മോശയ്ക്കുമ്മ കൊടുത്ത്. സ്തോത്രം. മോശയുടെ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പം അമ്മമാര് താരാട്ടുന്ന പോലെ താരാട്ടിയപ്പം ഫറവോന്റെ പുത്രി പറഞ്ഞു, ഇവളെ കൊള്ളാം. മേളിയിരിക്കുന്ന ദൈവം പറഞ്ഞു ഇവളെ കൊള്ളാമെന്ന്. ഇപ്പോഴാണോ മനസ്സിലായേ? മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ ലൈഫിന്റെ ഗതി മാറാൻ പോകുന്നു. നിന്റെ ജീവിതത്തിന്റെ ഗതി മാറാൻ പോകുന്നു. നിന്റെ സന്തതി എവിടെ വളരണമെന്ന് ദൈവം തീരുമാനിക്കുന്നു. ഞാനൊരു വെളിപ്പാട് പറയാം. ഞാൻ ഈ സഭയോടൊരു വെളിപ്പാട് പറയാം. നിന്റെ സന്തതിയെ കുറിച്ച് നീ വരച്ച ചിത്രം ഇന്ന് ദൈവം പൊട്ടിക്കുക. നിന്റെ സന്തതി വളരേണ്ട സ്ഥലം, നിന്റെ സന്തതി വളരേണ്ട സ്ഥലം ദൈവം കുറിച്ചു കഴിഞ്ഞു. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലൊക്കെ അറബികളുടെയൊക്കെ ചെറിയ ചെറിയ പാലസിൽ പോയിട്ടുണ്ട് ഞാൻ. അവിടെ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അത്തറിൻ്റെ സ്മെല്ലാണ് ഫുള്ള്. നമ്മളവിടെ നിന്ന് അറിയാതെ കുറച്ച് ദിവസം വായു ശ്വസിക്കും. എന്നാ മണമാണ്. ചെല്ലുമ്പോഴേ അവർ നമ്മുടെ 2 കയ്യിലും കുറച്ച് അത്തർ പൂശി തരും. പിന്നെ കയ്യേലെ മണവും വീടിനകത്തെ മണവും ഭയങ്കര സ്മെല്ലാണ്. 40 വർഷം അത്തറിനകത്താ മോശം. പിന്നത്തെ 40 ആട്ടിൻ്റെ കൂടിൻ്റെ ആടിൻ്റെ സ്മെല്ല്. അത്തർ പൂശിയ ജീവിതത്തിൽ നിന്ന് ആടിനെത്തിട്ടുന്ന ലൈഫിലേക്ക് എന്നെ വിട്ടല്ലോ, ദൈവം മറന്നോ? അല്ല, ഇനി ദൈവസാന്നിധ്യം മണക്കുന്ന അടുത്ത 40. ഹല്ലേലൂയ. ജീസസ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരും കയറാത്ത പർവ്വതത്തിൽ മോശെ നീ കയറും. ആരും വാങ്ങാത്ത പ്രമാണം നീ വാങ്ങും. ആരുടെ ത്വക്ക് പ്രകാശിക്കാത്ത പോലെ നിന്റെ ത്വക്ക്. യഹോവേ, നിന്റെ നാമം ഭൂമിയിൽ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. സഭയിൽ ഒരാൾ മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കാം, ഉപവാസ പ്രാർത്ഥനയായിരിക്കാം, സഭായോഗമായിരിക്കാം. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ
പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സഭായോഗത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം നീട്ടണം. ഇവിടെ രോഗികളുണ്ടെങ്കിൽ സൗഖ്യമാകണം. പുതിയതായി വന്നവരെ അനുഗ്രഹിക്കണം. വിവാഹ പ്രായമെത്തിയവരുടെ വിവാഹങ്ങൾ നടക്കണം. തടസ്സങ്ങൾ പൊട്ടണം. ഈ ജനത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എന്ന് പറയുമ്പം ആമീൻ തെക്കോട്ടും മടക്കം നോക്കിയിരിക്കുക, ഒന്നിച്ചതിന് ആമീൻ പറയണം. ആമീൻ്റെ അർത്ഥമുണ്ടല്ലോ. അവൻ സമർപ്പിച്ച അപേക്ഷ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ചതിന് ആമേൻ. ആമീൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെ. ഒരു നല്ല ഹല്ലേലൂയ പറ. അതുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പം കണ്ണടച്ചിരിക്കണം. അവർ പ്രാർത്ഥിക്കുമ്പം കൂടെ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് സംഭവം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പം ആമീൻ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നാമമല്ല, യേശു ക്രിസ്തുവിൻ നാമം. സാത്താനൊരു ചെറിയ സംശയം യേശുവിനോട് ചോദിച്ചു, നീ ദൈവത്തിൻ്റെ പുത്രനാണോ? സാധാരണ യേശു അന്നേ പുള്ളിക്ക് പേടിയില്ല. ദൈവത്തിൻ്റെ പുത്രനാണേ പേടിയ കാര്യം. പ്രവചനം കിടക്കുക നിന്റെ തല. അതിന് ചെറിയ സാമ്പിൾ ഇട്ട് കൊടുത്തു. വേണ്ട, ഈ വെള്ളാനം കല്ലൊന്ന് അപ്പമാക്കിത്താ. സാത്താൻ പറയുന്നത് ചെയ്യാനാണോ യേശു വന്നേ? പറ. യേശു മുഖത്ത് നോക്കി പറഞ്ഞു, നീ അപ്പം കൊണ്ട് തിന്നുന്ന പിള്ളേരെ അറിയത്തുള്ളൂ. ഞാൻ വന്നത് വചനം തിന്ന് വളരുന്നൊരു ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാനാണ്. ഞാൻ ഇന്നലെ വാക്ക് ചുരുക്കുമ്പോൾ കൂടി വരുന്നത് ഒരു നാമത്തിൽ, പ്രാർത്ഥിക്കുന്നത് ആ നാമത്തിൽ, രോഗം സൗഖ്യമാകുന്നത് ആ നാമത്തിൽ, ഭൂതങ്ങളെ ശാസിക്കുന്ന നാമത്തിൽ. ഇനിയും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാ നാമത്തിലും മേലായ നാമം.